പശ്ചിമ ബംഗാൾ ഇത്തവണ ബി ഭരിക്കുമെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരിൽ എത്ര പേരത് വിശ്വസിക്കുമെന്നറിയില്ല. പക്ഷെ ഞങ്ങൾ ഉറപ്പോടെ പറയുന്നു, ഇത്തവണ വെസ്റ്റ് ബംഗാൾ ഭരിക്കുക തന്നെ ചെയ്യും. ബി കടന്നു ചെല്ലാൻ കഴിയാത്ത മണ്ണായിരുന്നു വെസ്റ്റ് ബംഗാളും ഒഡീഷയും ബീഹാറുമല്ല. ഒഡീഷയിലും ഇപ്പോൾ ബീഹാറിലും ഭരിക്കുന്നത് ആണ്. വെസ്റ്റ് ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി മമത കടപുഴകും. അതിനുള്ള കാരണങ്ങൾ അനവധിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ട്. ഒരുപക്ഷെ മമതയും മമതയുടെ ഗുണ്ടകളും ഭയന്നിരുന്നത് ഇപ്പോൾ സംഭവിക്കുന്നു. ഒന്ന്, SIR വന്നു. അനധികൃതമായി കുടിയേറിയ വോട്ടർമാർ 90 ലക്ഷം വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി. ഒപ്പം തന്നെ മമതയും അവിടുത്തെ ജനങ്ങളെയും നിയന്ത്രിച്ചു നിർത്തിയിരുന്ന മമതയുടെ കൂലിപ്പട്ടാളക്കാരായ ഗുണ്ടകൾ CRPFന്റെ ലാത്തിക്കടിയേറ്റ് പുളയുകയാണ്. ചില ഗുണ്ടകളൊക്കെ BJP പക്ഷത്തേക്ക് മാറി. ഒരുപാട് ഗുണ്ടകൾ ഈ പക്ഷത്തേക്ക് മാറുന്നു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുള്ള കാര്യമായിരിക്കും. 2011 വെസ്റ്റ് ബംഗാൾ 34 വർഷം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലം പതിക്കുന്നു. നന്ദിഗ്രാം ഇൻസിഡന്റ് ആയിരുന്നു അതിന് കാരണം. നിലം പതിക്കുന്നു. നിലം പതിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. പിന്നെ പല ഈ വാർത്ത സ്ഥിരമായി കാണുന്ന പ്രേക്ഷകർക്ക്, ഈ 2011 മുതലൊക്കെ വാർത്തകൾ കാണുന്ന പ്രേക്ഷകർക്ക് അത് കാണാൻ കഴിയും. അവിടേക്ക് ഇരച്ചെത്തുകയായിരുന്നു പുല്ലും പൂവും കയ്യിലേന്തിക്കൊണ്ട് മമതാ ബാനർജി. മമതാ ബാനർജിയുടെ പക്ഷത്തേക്ക് ഈ ഗുണ്ടകൾ ഉൾപ്പെടെ മാറി. മമതാ ബാനർജി എന്താണ് ചെയ്തത്? CPM 34 വർഷം എങ്ങനെയാണോ ജനങ്ങളെ ഭരിച്ചത്, അതേ മാതൃക തന്നെയാണ് മമതാ ബാനർജി തന്റെ ഭരണകാലത്തും ഉപയോഗപ്പെടുത്തിയത്. മമത ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. കൊടിയുടെ നിറവും ത്രിവർണമായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം. മറ്റേത് ചെങ്കൊടിയായിരുന്നു. 34 വർഷം ഈ ഗുണ്ടകളെയും പാർട്ടി സഖാക്കന്മാരെയും വെച്ചുകൊണ്ട് ശബ്ദിക്കുന്നവരെ അടിച്ചൊതുക്കി കൊന്നുകുഴിച്ചുമൂടി ഭരിച്ചിരുന്നതാണ് CPMന് പറ്റിപ്പോയ പരാജയം. ജനം കാത്തിരുന്നു ഒരു അവസരത്തിനായി. ആ അവസരമാണ് നന്ദിഗ്രാമിലൂടെ അവർക്ക് കിട്ടുകയും പിന്നീട് മമത അത് മുതലെടുക്കുകയും ഭരണത്തിൽ വരികയും ചെയ്തു. അങ്ങനെ 2012 മുതൽ 2026 വരെ എത്തിയപ്പോഴേക്കും മമതയും ഏതാണ്ട് ആ വഴി തന്നെയാണ്. ഗുണ്ടകളെ ഉപയോഗിക്കുന്നു, കേന്ദ്ര ഉദ്യോഗസ്ഥരെ പോലും അവിടെ എത്തിക്കാതെ തടയുന്നു, തീയിടുന്നു, അവസാനം ജഡ്ജിമാരെ ബന്ദിയാക്കുന്നു. അങ്ങനെ ഒരു രാജ്യം പോലെ ഭീകരവാദികൾക്ക് വിളയാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. തനിക്ക് എങ്ങനെ വന്നാലും ഭരിക്കണമെന്ന ഒരു അഹങ്കാരത്തോടെ മുൻപോട്ട് പോയിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ പറയുന്ന കുമാരി മമതാ ബാനർജി. പക്ഷെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് 8 ജഡ്ജിമാരെ കൂടി ബന്ദികളാക്കിയതോടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, എത്രത്തോളം പട്ടാളത്തെ നിങ്ങൾ അങ്ങോട്ട് അയക്കുമോ അത്രത്തോളം അയക്കണം, മുക്കിലും മൂലയിലും നമ്മുടെ ജവാന്മാരെത്തണം, സ്വതന്ത്രമായി അവിടെ വോട്ടിംഗ് നടക്കണം. ഇതൊരു നല്ല അവസരമായി എടുത്തുകൊണ്ട് BJP മുക്കിലും മൂലയിലുമൊക്കെ CRPFനെയും BSFനെയും സൈന്യത്തെയും ഇറക്കി. പോലീസ് നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ബംഗാൾ പോലീസിന് അവിടുത്തെ ജനങ്ങൾക്ക് പോലും വിശ്വാസമില്ല. ജനത്തിന് വലിയ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് സൈന്യം ഗല്ലികളിലും ഒപ്പം തന്നെ ചെറിയ ചെറിയ കോളനികളും ഉൾഗ്രാമങ്ങളിലും കടന്നു ചെന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയക്കരുത്, ആര് വന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങളെ അറിയിക്കണം, ഞങ്ങൾ ഇന്ന് വന്ന് പറഞ്ഞിട്ട് പോവില്ല, ഞങ്ങൾ ഇവിടെ ടെന്റ് അടിച്ച് കിടക്കുകയാണ്, നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്തിൽ തന്നെ ഞങ്ങളുണ്ട്, ഓടി വരും എന്ത് കാര്യത്തിനും. ഇനി മുതൽ ബൂത്തിൽ ബംഗാൾ പോലീസ് ആയിരിക്കില്ല, ഞങ്ങളാണ്, ധൈര്യപൂർവ്വം നിങ്ങൾ വോട്ട് ചെയ്യണം, ആരുടെയും പ്രലോഭനത്തിന് ഭീഷണിക്കോ നിങ്ങൾ വഴങ്ങരുതെന്ന് പറഞ്ഞതോടുകൂടി ഈ ഭയന്ന് വിറച്ചിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആഹ്ലാദം നൃത്തം ചവിട്ടി തെരുവീതികളിൽ കൈയടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ. അവർ പറയുന്നു BJP വരണം, കാരണം ഇവിടെ ഒരു വികസനം ആവശ്യമാണ്. ഈ സംസ്ഥാനത്ത് ഇത്രത്തോളം കുഴിയിലാക്കിയത് ഈ മമതാ ബാനർജിയാണ്. ഇത് അവരുടെ അവസാന തെരഞ്ഞെടുപ്പാണെന്ന് പറയുന്നത് BJPക്കാരല്ല, സാധാരണപ്പെട്ട ജനമാണ്. അതിന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ മുസ്ലിങ്ങളെല്ലാം BJPക്ക് എതിരാണ്. പക്ഷെ മുസ്ലിങ്ങൾ ഒരു വലിയ വിഭാഗം തന്നെ BJPക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അവർ പറയുന്നത്, ഞങ്ങൾ ഈ രാഷ്ട്രവാദികളാണ്, ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന മുസ്ലിങ്ങളാണ്, കയറി വന്ന മുസ്ലിങ്ങളെ കടക്ക് പുറത്തു എന്ന് തന്നെ പറയണം, അവരെ പുറത്താക്കുക തന്നെ വേണം. അതിന് ചങ്കുറ്റം കാണിച്ചത് BJPയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്തവരാണ് ഈ കടന്നു വന്നവർ, അതുകൊണ്ട് അവരെ പുറത്താക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപിടി മുസ്ലിങ്ങളെയും മുസ്ലിം സ്ത്രീകളെയുമെങ്കിലും നമുക്കിതിൽ കാണാൻ കഴിഞ്ഞു. ചിലരൊക്കെ അത്യാഘാതത്തിൽ ആവേശത്താൽ ജയ് ശ്രീരാം മുഴക്കുന്ന കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും വലിയ തരംഗമായി BJP ഇപ്പോൾ ബംഗാളിൽ മാറുന്നു. ചില ഇടതുപക്ഷ ഹാൻഡിലുകൾ ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നത് 140 മണ്ഡലങ്ങളിൽ CRPFനെയും BSFനെയും ഇറക്കിക്കൊണ്ട് BJP ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. അവിടെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ടർമാരെ ഭീതിപ്പെടുത്തിയിരിക്കുന്നു, അടിച്ചോടിച്ചിരിക്കുന്നു. 140 മണ്ഡലങ്ങൾ ജയിച്ചു കയറി ഭരണം പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. BJPക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മമതയുടെ കൊത്തളങ്ങളായ ഗുണ്ടകൾ വസിക്കുന്ന 60 മണ്ഡലങ്ങളിൽ BJPക്കാർ പ്രചരണത്തിന് പോലും എത്തിയിട്ടില്ല. അതിനർത്ഥം 140 മണ്ഡലങ്ങൾ സ്കെച്ച് ചെയ്തുകൊണ്ട് BJP മത്സരിക്കാൻ ഇറങ്ങുന്നു, അവിടെയൊക്കെ സൈന്യത്തെ ഇറക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് നാരേറ്റീവ്സ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. സ്വാഭാവികം തന്നെ പരാജയപ്പെടാൻ പോകുന്നവൻ കാരണങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തി വെക്കുന്നത് നല്ലതാണ്. ഇല്ലായെങ്കിൽ അവസാന നിമിഷത്തിൽ കാരണം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഏതായാലും ഇത്തവണ വെസ്റ്റ് ബംഗാൾ ജയിക്കുമെന്ന് തന്നെയാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ അടക്കം പറയുന്നതും അവിടുത്തെ ജനം പറയുന്നതും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ
പതിറ്റാണ്ടുകളായി CPM പിന്നെ തൃണമൂലുമൊക്കെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു ജനം സ്വാതന്ത്ര്യത്തിനെ ദാഹിച്ചിരിക്കുകയായിരുന്നു. അവിടേക്കാണ് അമിത്ഷായും മോദിയും തമ്പടിച്ച്, കൃത്യമായി പറഞ്ഞ അമിത്ഷാ 15 ദിവസമാണ് വെസ്റ്റ് ബംഗാളിൽ തമ്പടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. മോദി അനവധി വട്ടം വന്നുപോയി. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പങ്കെടുത്തൊരു യോഗത്തിന്റെ വേദി കാണിക്കുകയുണ്ടായി. അതിൽ കാരിയായി കിടക്കുന്ന കസേര പോലെ അനവധി കസേരകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് പഴയ ജനക്കൂട്ടം ഇപ്പോൾ മമതയ്ക്ക് മുന്നിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ജയ് വിളിക്കാൻ ആളില്ല. പഴയ നമ്പറുകൾ വീണ്ടും ഇറക്കി നോക്കിയിട്ടും യേശുന്നില്ല. മമതയ്ക്ക് പിന്നിൽ അണിനിരക്കാൻ ആളില്ല എന്ന് മാത്രമല്ല, മമതയുടെ വിശ്വസ്തരായിരുന്ന ഗുണ്ടകളിൽ പലരും കൂറുമാറിയിരിക്കുന്നു. അവർ BJPയുടെ പക്ഷം ചേർന്ന് മുൻപോട്ട് പോകുന്നു. ഭരണം മാറിയാൽ വെടിയേക്കാതിരിക്കണമെങ്കിൽ ഇതേ മുൻപോട്ടുള്ള വഴിയുള്ളൂ എന്ന്. യോഗി ആദിത്യനാഥിനെ കേട്ടില്ല എന്ന് പറഞ്ഞ മമത ഇന്ന് യോഗി ആദിത്യനാഥ് പങ്കെടുക്കാത്ത ഒരു പരിപാടിയും ബംഗാളിൽ ഇല്ല എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു. ഹിന്ദു മുസ്ലിം സ്പ്ലിറ്റ് ഉണ്ടാക്കി നേട്ടം കൊയ്യാമെന്ന് കരുതിയെടുത്ത് അവർക്ക് അവിടെയും പിഴച്ചു. പ്രാദേശിക മുസ്ലിങ്ങൾ BJPയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അവശത അനുഭവിക്കുന്ന മർദ്ദനമേറ്റ കുടിയിറക്കം ഭീഷണി നേരിട്ട് അല്ലെങ്കിൽ പലായനം ചെയ്യപ്പെട്ട ഒരു വലിയ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി BJP എന്നൊരു മന്ത്രത്തിലേക്ക് മുൻപോട്ട് പോകുന്നു. മുസ്ലിം മാത്രം വോട്ട് ചെയ്താൽ വെസ്റ്റ് ബംഗാളിൽ ഭരണത്തിലേറാൻ കഴിയില്ല. അവിടുത്തെ ഹിന്ദു തന്നെയാണ് ബഹുഭൂരിപക്ഷം. ആ ഹിന്ദുക്കൾക്കിടയിൽ കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കും. അതിന് അനവധി കാരണങ്ങളുണ്ട്. മമതയുടെ ഈ വിഗ്രഹാരാധനയെ എതിർത്തുകൊണ്ട് മമത നടത്തിയ പല നീക്കങ്ങളും, രാമനവമിയെ ഘോഷയാത്ര തടസ്സപ്പെടുത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതും അത്തരം പന്തലുകൾ തകർക്കുന്നതുമായ കാര്യങ്ങൾ, ബംഗ്ലാദേശിൽ നടന്ന ഈ വംശ നരഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അവിടെ എഫക്ട് ചെയ്തിട്ടുള്ളൂ. 1.25 ലക്ഷത്തോളം ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ 2021 കുടിയിറക്കപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണിത്. ഇത്തവണ അവരെല്ലാം, അതായത് മമതയുടെ ശത്രുക്കളെല്ലാം, അത് CPMലായിക്കോട്ടെ, കോൺഗ്രസിലായിക്കോട്ടെ, ഗുണ്ടകളായിക്കോട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്തവരായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ കാണാൻ കഴിയുന്നത്. അതിനിടയിൽ സ്ത്രീകൾക്ക് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ചരിത്രമുള്ള ബംഗാളിലേക്കാണ് ഇപ്പോൾ അവർ ഈ വനിതാ സംവരണം ബില്ല് തടഞ്ഞ പ്രതിപക്ഷത്തിന്റെ ആ മുഖം മൂടി പിച്ച് ചീന്തിക്കൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് BJP ഇറങ്ങുന്നു. ഏതായാലും ഒന്നുറപ്പിക്കാം, വെസ്റ്റ് ബംഗാൾ ഇത്തവണ BJPക്കാണ്. ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന സംസ്ഥാനവും വെസ്റ്റ് ബംഗാളാണ്. ഏതായാലും കാലങ്ങൾ മാറി മറിയുകയാണ്. BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മണ്ണുകളായ പലയിടവും BJP ഭരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇല്ലെങ്കിൽ BJP അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായി മാറിയിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ജമ്മു കാശ്മീരിൽ BJP എന്തെങ്കിലുമൊക്കെ ഭരിക്കുമെന്ന് ചോദിച്ചെടുത്ത് BJPയും PDPയും ചേർന്ന് ഭരിച്ചു. ഇന്ന് കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി BJP മാറിയിരിക്കുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP വരുമോ എന്ന് ചോദിച്ചെടുത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്ന പാർട്ടിയായി BJP മാറിയിരിക്കുന്നു. ബീഹാറിന്റെ മണ്ണിൽ സംഘപരിവാറിന് സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ലാലുവിന്റെ നെഞ്ചത്ത് തന്നെ കാവിക്കൊടി നാട്ടിക്കൊണ്ട് ബീഹാർ ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒഡീഷയിൽ അവിടെ BJPക്ക് വളരാനുള്ള വളക്കൂറില്ല എന്ന് പറഞ്ഞെടുത്ത് ഒഡീഷയിലും അവർ ഭരണത്തിലേറിയിരിക്കുന്നു. പിന്നെ അവർക്ക് അവശേഷിച്ച ഒരേ ഒരിടം ഈ വെസ്റ്റ് ബംഗാളാണ്. ത്രിപുര അവർ മുൻപ് കീഴടക്കിയിരുന്നു. ഈ വെസ്റ്റ് ബംഗാൾ കീഴടക്കാനുള്ള അവരുടെ പോരാട്ടത്തിൽ അവർ വിജയത്തിന് അരികെ തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, വെസ്റ്റ് ബംഗാൾ BJP ഭരിച്ചിരിക്കും. ഇത് തന്നെയാണ് ന്യൂസിന്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.